ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ പാർട്ട് 2 ആണ്. നമ്മൾ ഓൾറെഡി നമ്പർ സീക്വൻസുകളെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്പർ സീക്വൻസിൽ നിന്ന് എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്, വ്യത്യസ്തമാകുന്നത് അല്ലെങ്കിൽ എന്താണ് ഈ ഡിഫറൻസ് എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അതോടൊപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ, അത് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചെയ്യും. നമ്പർ സീക്വൻസുകളെ പറ്റിയിട്ട് നമുക്കറിയാം അല്ലേ, നമ്മൾ നമ്പർ സീക്വൻസുകളെ പറ്റിയിട്ട് പഠിച്ചതാണ്. 1, 2, 3 തുടങ്ങിയിട്ടുള്ള എണ്ണൽ സംഖ്യകൾ നമ്പർ സീക്വൻസിന് ഉദാഹരണമാണ്. അല്ലെങ്കിൽ 2, 4, 6, 8. അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്ക്വയർ ഓഫ് നമ്പേഴ്സ് എടുത്തു അല്ലേ. ഇപ്പോൾ സ്ക്വയർ ഓഫ് നമ്പേഴ്സ് പറയുമ്പോഴേക്കും 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9. ഇങ്ങനെ കുറേ സീക്വൻസുകളെ പറ്റിയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇതിൽ നിന്ന് വ്യത്യസ്തമാകുന്ന അരിത്തമെറ്റിക് സീക്വൻസ് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. എന്താണ് വ്യത്യാസം എന്ന് പറയുന്നത്? വ്യത്യാസം എന്ന് പറയുന്നത് എല്ലാ നമ്പർ സീക്വൻസുകളും അരിത്തമെറ്റിക് സീക്വൻസുകളല്ല. അരിത്തമെറ്റിക് സീക്വൻസ് ആകണമെന്നുണ്ടെങ്കിൽ നമ്പർ സീക്വൻസുകൾ ചില ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ ചില കണ്ടീഷൻസ് പാലിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ആ കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് ഇതിനൊരു കോമൺ ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു ടേമാണ് നമ്മളിവിടെ പറയുന്നത്. ഇരട്ട സംഖ്യകളുടെ കേസ് നമുക്ക്, ഈവൻ നമ്പേഴ്സിൻ്റെ കേസ് നമുക്ക് എടുക്കാം. ഇപ്പോൾ 2, 4, 6, 8 തുടങ്ങിയിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് ഇവരുടെ ഇടയ്ക്ക് ഓരോ അംഗങ്ങളുടെയും ഇടയ്ക്കുള്ള വ്യത്യാസം എത്രയാണ്? 2നോട് 2 കൂട്ടുമ്പോഴാണ് 4 കിട്ടുന്നത്. അതോടുകൂടി 4നോട് 2 കൂട്ടുമ്പോഴാണ് 6 കിട്ടുന്നത്. 6നോട് 2 കൂട്ടുമ്പോഴാണ് 8 കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ഓരോ പ്രാവശ്യവും എന്താണ് നമ്മൾ ഈ 2 ആഡ് ചെയ്ത് പോകുന്നത്. അല്ലെങ്കിൽ അടുത്തടുത്ത് വരുന്ന 2 ടേമുകളുടെ നമ്പർ സീക്വൻസിൽ വരുന്ന അടുത്തടുത്ത് വരുന്ന 2 ടേമുകളുടെ ഡിഫറൻസ് എന്ന് പറയുന്നതാണ് സെയിം ആണ്. മറ്റൊരു സീക്വൻസ് നോക്കാം. 3, 6, 9, 12 ഇങ്ങനെ പോകുന്ന ഒരു സീക്വൻസ്, അതായത് മൾട്ടിപ്പിൾസ് ഓഫ് 3 എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിലെങ്ങനെയാണ്, ഇതിനെ നോക്കിക്കേ, ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 3 ആണ്. 6ഉം 9ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 3 ആണ്. 9ഉം 12ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 3 ആണ്. ഇവിടെ ഓരോ വട്ടവും എന്താണ്, 3 ആഡ് ചെയ്ത് പോകുന്നത്. ഇനി ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള മറ്റൊരു സീക്വൻസ് എടുക്കാം നമുക്ക്. സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. 1ൻ്റെ സ്ക്വയർ 1 ആണ്. ഓക്കെ, 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ ഇങ്ങനെ എടുത്തു പോവുകയാണ്. 1ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. 2ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. 3ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. ഇവരുടെ വ്യത്യാസം എത്രയാണ്? 1ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 3 ആണ്. അതുപോലെ 4ഉം 9ഉം ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? അത് 5 ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഡിഫറൻസ് മനസ്സിലാകും. അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സംഖ്യകളായിരിക്കും ആഡ് ചെയ്ത് പോകുന്നത്. ഉദാഹരണത്തിന് ആദ്യത്തെ സീരീസിൽ നമ്മൾ 2 ആഡ് ചെയ്ത് പോകുന്നത്. അതുപോലെ ഈ ഒരു 3ൻ്റെ മൾട്ടിപ്പിൾസ് നോക്കുമ്പോൾ 3 ആഡ് ചെയ്ത് പോകുന്നത്. ഇവിടെ നമുക്ക് അങ്ങനെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു സംഖ്യയെ കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല. സോ ഇത് രണ്ടും, അതായത് ഈ എഴുതിയിരിക്കുന്ന ഇതും എന്താണ്, അത് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അതായത് അതിനൊരു കോമൺ ഡിഫറൻസ് ഉണ്ടാകും. ഈ കോമൺ ഡിഫറൻസ് ആണ് എന്ത് ചെയ്യുന്നത്, മറ്റുള്ള നമ്പർ സീക്വൻസിൽ നിന്ന് അരിത്തമെറ്റിക് സീക്വൻസിനെ വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ഇത് അരിത്തമെറ്റിക് സീക്വൻസ് അല്ല, പക്ഷേ ഇത് രണ്ടും എന്താണ്, അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇവിടെ ഞാനതിൻ്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള അതേ ഡെഫിനിഷൻ തന്നെയാണ്. ദ നമ്പേഴ്സ് ഇൻ എ സീക്വൻസ് ആർ കോൾഡ് ദി സീക്വൻസ് സ്റ്റാർട്ടിംഗ് വിത്ത് എ നമ്പർ ആൻഡ് പ്രൊസീഡിങ് ബൈ ആഡിങ് 1 നമ്പർ എഗെയിൻ ആൻഡ് എഗെയിൻ. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, 2 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എഗെയിൻ ആൻഡ് എഗെയിൻ ആഡ് ചെയ്ത് പോകുന്നത്. ഇങ്ങനെയുള്ള ഈ സീക്വൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കുന്നത്. ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ വരുന്ന ഓരോ അംഗങ്ങളെയും ഓരോ നമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടേംസ് ഓഫ് ദി സീക്വൻസ്. ഓക്കെ, ഇനി എക്സാമ്പിളായിട്ട് കുറേ കാര്യങ്ങൾ അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിലോട്ട് പോയി കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിലും കുറച്ചധികം എക്സാമ്പിൾ അരിത്തമെറ്റിക് സീക്വൻസിനെ പറ്റിയിട്ട് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളതാണ്. പേജ് നമ്പർ 13 ചോദ്യങ്ങളാണ് നമ്മളിന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. പേജ് നമ്പർ 13. ഓക്കെ, ശ്രദ്ധിക്കുക, പേജ് നമ്പർ 13 കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്?
ചെക്ക് വെദർ ഈച്ച് ഓഫ് ദീസ് സീക്വൻസസ് ഗിവൺ ബിലോ ആർ അരിത്തമെറ്റിക് സീക്വൻസ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് തിരിച്ചറിയാനാണ് പറയുന്നത്. ഗീവ് റീസൺസ് ഓൾസോ, അതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങളും പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദി കോമൺ ഡിഫറൻസസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ്. അരിത്തമെറ്റിക് സീക്വൻസുകളുടെ കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് നമ്മളോട് കണ്ടുപിടിക്കണം. നോക്കുക, ആദ്യത്തെ നമ്പർ തന്നെ കൺസിഡർ ചെയ്യാം. നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുപോലൊരു ഉദാഹരണം ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു നമ്പർ 4 ഡിവിസിബിൾ ആകും എന്നുണ്ടെങ്കിൽ നമ്മളതിനെ 4k എന്ന് എഴുതും. അല്ലെങ്കിൽ ഇവിടെ 4xോ 4yയോ 4mോ എന്ത് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ 4k എന്ന് എടുത്തതേ ഉള്ളൂ. ഒരു നമ്പർ 4 അല്ലെങ്കിൽ 4 ഡിവിസിബിൾ ആണ്, അല്ലെങ്കിൽ 4 മൾട്ടിപ്പിൾ ആണെങ്കിൽ നമ്മളതിനെ എങ്ങനെ എഴുതും? 4k അല്ലെങ്കിൽ 4x 4y എങ്ങനെ വേണമെങ്കിലും എഴുതാം. 4k ഞാനിപ്പോൾ എടുത്തു. ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4 ആണ്. റിമൈൻഡർ 1 കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പറിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡറായിട്ട് 1 കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു നമ്പറിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 4k + 1 എന്നാണ്. ഓക്കെ, 4k + 1 എന്നാണ്. അതായത് 4kയുടെ ഒപ്പം 1 കൂട്ടിയാൽ മതി. ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ കെയ്ക്ക് നമുക്ക് വാല്യൂസ് ഇട്ട് കൊടുത്ത് നോക്കാം. ഇപ്പോൾ ഞാൻ കെയുടെ വാല്യൂ 0 ആണ് ഇട്ട് കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ എൻ്റെ വാല്യൂ എത്രയാണ്? 4 × 0 + 1 വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ്? 1 ആണ്. 1നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ്? റിമൈൻഡർ 1 ആണ് വരുന്നത്. ഓക്കെ, 1നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ വരുന്നത് 1 ആണ്. ഇനി k ഇസ് ഈക്വൽ ടു 1 ഇട്ട് കൊടുത്ത് നോക്കാം. എത്രയാണ്? 4 × 1 + 1. അതായത് 4 × 1 വേണം നമ്മൾ ആദ്യം ചെയ്യാനായിട്ട്. 4 × 1 എന്ന് പറയുന്നത് 4 ആണ്. 4 + 1 5 ആണ്. നോക്കൂ, 5നെ ഡിവൈഡ് ചെയ്ത് നോക്കൂ. 5 ഓൺ ഡിവിഷൻ ബൈ 4 എത്രയാണ് റിമൈൻഡർ വരുന്നത്? റിമൈൻഡർ വരുന്നത് 1 ആണ് റിമൈൻഡർ വരുന്നത്. ഓക്കെ, സിമിലർലി k ഇസ് ഈക്വൽ ടു 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് വരിക? 4 × 2 + 1. 4 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. 8 + 1 എന്ന് പറയുന്നത് 9, 9 ആണ്. അപ്പോൾ നമ്മുടെ സീക്വൻസ് കിട്ടിയല്ലോ. ആരാണ് സീക്വൻസ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ സീക്വൻസ് എന്ന് പറയുന്നത് 1, 5, 9. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവരുടെ കോമൺ ഡിഫറൻസ് എത്രയാണ്? അല്ലെങ്കിൽ ഇവരുടെ ഡിഫറൻസ് എത്രയാണ്? ആദ്യത്തെ ടേമും രണ്ടാമത്തെ ടേമും തമ്മിലുള്ള ഡിഫറൻസ് പറയുന്നത് 4 ആണ്. അടുത്ത ടേം ഡിഫറൻസ് പറയുന്നത് അതും 4 തന്നെയാണ്. ഓക്കെ, ഇവിടെ കോമൺ ഡിഫറൻസ് 4 ആണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. മനസ്സിലായോ? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 or 2. ഓക്കെ, 1 അല്ലെങ്കിൽ 2 4 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 1 അല്ലെങ്കിൽ 2. അപ്പം നമുക്ക് സെയിം കാര്യം തന്നെ വീണ്ടും എഴുതാം. നമ്പർ 4 ഡിവിസിബിൾ ആണെങ്കിൽ നമ്മളതിനെ 4k എന്ന് എഴുതും, അല്ലേ? 4k എന്ന് എഴുതും. റിമൈൻഡർ 1 ആണെങ്കിൽ, റിമൈൻഡർ 1 വന്നു കഴിഞ്ഞാൽ നമ്മൾ 4k + 1 എന്ന് എഴുതും. ഇനി റിമൈൻഡർ 2 ആണെങ്കിൽ, റിമൈൻഡർ r = 2 ആണെങ്കിൽ നമ്മളിങ്ങനെ എഴുതും 4k + 2 എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ നമ്പേഴ്സിനെയൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ആരൊക്കെയാണ് ഈ നമ്പേഴ്സ് എന്ന് പറയുന്നത്? അപ്പോൾ ഇത് 4k + 1 or 4k + 2 അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം. അതായത് റിമൈൻഡർ 1 അല്ലെങ്കിൽ 2 4 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 1 അല്ലെങ്കിൽ 2 റിമൈൻഡർ വരുന്ന സംഖ്യകൾ ആരൊക്കെ ആയിരിക്കും? ഇപ്പോൾ നമ്മൾ കെയിൻ്റെ വാല്യൂ 0 ഇട്ട് കൊടുക്കാം. ഓക്കെ, കെയിൻ്റെ വാല്യൂ 0 ഇട്ട് കൊടുക്കുമ്പോൾ ആദ്യത്തിൽ എന്താണ്? 4k, 4 × 0 + 1, അതായത് 1 ആണ്. രണ്ടാമത്തെ കേസിൽ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ എന്താണ്? 4 × 0 + 2, 2 ആണ്. ഇനി k = 1 ഇട്ട് കൊടുത്ത് നോക്കുക. k = 1 ഇട്ട് കൊടുക്കുമ്പോൾ എന്താണ് അവസ്ഥ? 4 × 1 + 1, അതായത് 5 ആണ്. ദെൻ 4 × 1 + 2, രണ്ടാമത്തെ 4k + 2 ഇട്ട് കൊടുക്കുമ്പോൾ എത്രയാണ്? 6 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സീക്വൻസ് കിട്ടി. സീക്വൻസ് എങ്ങനെയാണ് കിടക്കുന്നത്? 1, 2, 5, 6. ഈ സീക്വൻസിൽ ഡിഫറൻസ് എങ്ങനെയാണ് വരുന്നത്? ആദ്യത്തെ 2 ടേമുകളുടെ വ്യത്യാസം എന്ന് പറയുന്നത് 1 ആണ്. രണ്ടാമത്തവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ആണ്. 2നോട് 3 കൂട്ടുമ്പോഴാണല്ലോ 5 കിട്ടുന്നത്. അതുപോലെ ഇതിൻ്റെ ഡിഫറൻസ് പറയുന്നത് എത്രയാണ്? 1 ആണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ടോ?
ഇല്ല. ഇവിടെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് എന്തല്ല, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്തു. സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ഇനി അടുത്തതാണ് സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പർ ഞാൻ എഴുതി കാണിച്ചതാണ് നിങ്ങളെ, ഓർക്കുന്നുണ്ടോ? 1 സ്ക്വയർ 1 2 സ്ക്വയർ 4 എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിച്ചതാണ്. അവിടെ വെച്ചിട്ട് നമ്മൾ കണ്ടതാണ് അവർക്ക് കോമൺ ഡിഫറൻസ് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നോക്കാം, നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. 1 സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. 1 സ്ക്വയർ 1. 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. ഇവിടെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ഡിഫറൻസ് 3ഉം ഇവിടെ ഡിഫറൻസ് 5ഉം ആണ്. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതെന്താണ്? ഇതൊരു നാച്ചുറൽ നമ്പർ, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ഓക്കെ, ഇപ്പോൾ തേർഡ് വണ്ണും അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പർ. റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി റെസിപ്രോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റെസിപ്രോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 1ൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 1 തന്നെയാണ്. 2ൻ്റെ റെസിപ്രോക്കൽ ആരാ? 2ൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 2നെ തലകുത്തി ഇടുക. അങ്ങനെ അങ്ങ് മനസ്സിലാക്കുക. തലകുത്തി ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2/1 എന്നാണല്ലോ. തലകുത്തി ഇടുമ്പോൾ എന്ത് വരും? ഇത് 1/2 എന്ന് വരും. അതുപോലെ 3ൻ്റെ റെസിപ്രോക്കൽ ആരാണ്? 1/3 ആണ്. 4ൻ്റെ റെസിപ്രോക്കൽ ആരാണ്? 1/4 ആണ്. അപ്പോൾ നമ്മുടെ ആ സീക്വൻസ് നമുക്ക് ആദ്യം ഒന്ന് എഴുതി നോക്കാം. റെസിപ്രോക്കൽ ഓഫ് നാച്ചുറൽ നമ്പർ. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. റെസിപ്രോക്കൽ ഓഫ് നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോഴേക്കും 1 1/2 1/3 1/4 1/5 ഇങ്ങനെയാണ് നമ്മുടെ സീക്വൻസുകൾ പ്രൊസീഡ് ചെയ്യുന്നത്. ഇവർ അരിത്തമെറ്റിക് സീക്വൻസിലാണോ എന്ന് നോക്കണം. അതിൽ നമുക്ക് ഇവരുടെ ഡിഫറൻസ് എടുത്ത് നോക്കാം. ഇവരുടെ വ്യത്യാസം എത്രയാണ്? 1ഉം അരയും തമ്മിലുള്ള 1ഉം 1/2 1ഉം 1/2 തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? നമ്മൾ സാധാരണ രണ്ടാമത്തെ ടേമിൽ നിന്ന് ആദ്യത്തെ ടേമാണ് കുറയ്ക്കുന്നത്. ഓക്കെ, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ രണ്ടാമത്തെ ടേമിൽ നിന്ന് ആദ്യത്തെ ടേമാണ് കുറയ്ക്കുന്നത്. അതുപോലെ ഇവരുടെ ആണെങ്കിൽ 3ാമത്തെ ടേമിൽ നിന്ന് 2ാമത്തെ ടേം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ അരയിൽ നിന്ന് 1 കുറയ്ക്കുക, ഹാഫിൽ നിന്ന് 1 കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ഹാഫ് ചെറുതാണ് അല്ലേ. ഹാഫിൽ നിന്ന് 1 കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് -1/2 ആണ് ഇവരുടെ വ്യത്യാസം. ഇനി 1/2 1/3 തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 1/2 1/3 തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ ചെയ്ത് കാണിക്കാം ഞാൻ, ശ്രദ്ധിക്കാം. 1/2 1/3 തമ്മിലുള്ള വ്യത്യാസം 1/3 -1/2. തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം മൈനസ് ചെയ്യാണ്. എങ്ങനെയാണ്? നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാം അല്ലേ. ഇതിനെ ഇവിടെയും ഇതിനെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 × 2 2 മൈനസ് നടുക്കത്തെ സൈൻ അതുപോലെ തന്നെ 1 × 3 3 ഡിവൈഡഡ് ബൈ 3 × 2 എത്രയാണ്? 6 ആണ്. ആൻസർ എത്ര വന്നു? 2ൽ നിന്ന് 3 പോയി കഴിഞ്ഞാൽ ചെറിയ നമ്പർ ആണല്ലേ. അപ്പോൾ അത് -1/6 വന്നു. അപ്പോൾ ഇവരുടെ കോമൺ ഡിഫറൻസ് എത്രയാണ്? -1/6. കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ ഇവരുടെ ഒരു കോമൺ ഡിഫറൻസ് അല്ല, ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 2 ടേമുകളുടെ ഡിഫറൻസ് പറയുന്നത് 1/2ഉം രണ്ടാമത്തെ 2 ടേമുകളുടെ ഡിഫറൻസ് പറയുന്നത് -1/6ഉം ആണ്. സ്വാഭാവികമായിട്ട് ഇതെന്തല്ല, ഇത് അവർക്കൊരു കോമൺ ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതെന്തല്ല, ഇത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ഇനി അടുത്തത് നോക്കാം, പവേഴ്സ് ഓഫ് 2. ഓക്കെ, പവേഴ്സ് ഓഫ് 2. പവേഴ്സ് ഓഫ് 2 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പവേഴ്സ് ഓഫ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2വിൻ്റെ പവറുകൾ. 2വിൻ്റെ പവറുകൾ എന്ന് പറയുന്നത് 2⁻0 ഉണ്ട്, 2⁻1 ഉണ്ട്, 2⁻2 ഉണ്ട്, 2⁻3 ഉണ്ട്. നമുക്ക് നോക്കാം, എഴുതി നോക്കാം. എനി നമ്പർ റേസ് ടു 0 ഈസ് 1. അപ്പോൾ 2⁻0 ആണെങ്കിലും 100⁻0 ആണെങ്കിലും 1 crore raised to 0 ആണെങ്കിലും എന്താണ്? അത് 1 തന്നെയാണ്. എനി നമ്പർ റേസ് ടു 0 ഈസ് 1. അപ്പോൾ 1. രണ്ടാമത്തെ സീക്വൻസ് ആരാണ്? 2⁻1 എന്ന് പറയുന്നത് 2 ആണ്. ഇനി 2⁻2 എന്ന് പറയുന്നത് ആരാണ്? അത് 4 ആണ്. 2⁻3 എന്ന് പറയുന്നത് 8 ആണ്. ഇനി ഇവരുടെ ടേമുകളുടെ ഡിഫറൻസ് എടുത്ത് നോക്കാം. ഇവിടുത്തെ ടേമുകളുടെ ഡിഫറൻസ് എത്രയാണ്? 2ൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ 1 ആണ്. ഇനി 4ൽ നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്? അത് 2 ആണ്. 8ൽ നിന്ന് 4 കുറച്ച് കഴിഞ്ഞാൽ അത് 4 ആണ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക്? ഇല്ല. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇതെന്തല്ല, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. നമുക്ക് കോമൺ ഡിഫറൻസ് വേണം. അരിത്തമെറ്റിക് സീക്വൻസിന് എപ്പോഴും ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടാകണം. ഇവിടെ കോമൺ ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കാത്തതുകൊണ്ട് എന്തല്ല, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ക്ലിയർ ആയോ? നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? അപ്പോൾ നമ്മുടെ അടുത്ത ഈ സീക്വൻസ് എന്തല്ല, പവേഴ്സ് ഓഫ് 2 അരിത്തമെറ്റിക് സീക്വൻസ് അല്ല.
ഇനി അടുത്ത് ഹാഫ് ഓഫ് ഓഡ് നമ്പറാണ്. അടുത്ത സീക്വൻസ് പറയുന്നത് ഹാഫ് ഓഫ് ഓഡ് നമ്പറാണ്. അപ്പോൾ ഓഡ് നമ്പേഴ്സ് ആരൊക്കെയാണ്? ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 1, 3, 5 ഇങ്ങനെ പോകുന്നതാണ് നമ്മുടെ ഓഡ് നമ്പേഴ്സ് പറയുന്നത്. ഇവരുടെ ഹാഫ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? 1/2, 3/2, 5/2 ഇങ്ങനെ പ്രൊസീഡ് ചെയ്ത് പോകുന്നതാണ് ഹാഫ് ഓഫ് ഓഡ് നമ്പേഴ്സ് പറയുന്നത്. നമുക്ക് വ്യത്യാസം നോക്കാം. ആദ്യത്തെ രണ്ട് ടേമുകളുടെ വ്യത്യാസം 3/2 - 1/2 എത്രയാണ് വരുന്നത്? ഡിനോമിനേറ്റേഴ്സ് സെയിം ആണെങ്കിൽ നമുക്ക് ന്യൂമറേറ്റേഴ്സിനെ ഡയറക്റ്റ്ലി മൈനസ് ചെയ്യാം. ഫ്രാക്ഷൻസിൻ്റെ അഡീഷനും മൾട്ടിപ്ലിക്കേഷനൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമുക്ക് ന്യൂമറേറ്ററിനെ ഡയറക്റ്റ്ലി മൈനസ് ചെയ്യാം. അതായത് ഇവിടെ 2/2 3 - 1/2 ഓക്കെ. എങ്ങനെ വന്നതെന്ന് എഴുതാം. 3 - 1 / 2 എത്രയാണ്? അത് 2/2 ആണ്. 2/2 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് പറയുന്നത് 1 ആണ്. ഇനി അടുത്ത നെക്സ്റ്റ് ടേം എടുത്ത് നോക്കാം. 5/2 - 3/2. 5/2 - 3/2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 2/2 അഗെയിൻ 5 - 3/2. 5 - 3 എന്ന് പറയുന്നത് 2 ആണ്. 2/2 which is equal to 1 അഗെയിൻ. ഇവിടെ നമുക്ക് എന്ത് മനസ്സിലായി? ഇവർക്കൊരു കോമൺ ഡിഫറൻസ് ഉണ്ട്. കോമൺ ഡിഫറൻസ് എത്രയാണ്? അത് 1 ആണ്. അതുകൊണ്ട് ഇവരൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ക്ലിയർ ആയല്ലോ? അങ്ങനെ നമ്മൾ 5 എണ്ണം ചെക്ക് ചെയ്തു. 5 എണ്ണത്തിൽ ആരൊക്കെയാണ് അരിത്തമെറ്റിക് സീക്വൻസ് ആവുന്നത്? ആദ്യത്തതും ആറാമത്തതും. ഓക്കെ, ആദ്യത്തതും ആറാമത്തതുമാണ് അരിത്തമെറ്റിക് സീക്വൻസ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ? മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യമാണിത്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദെയർ ഇൻ ദി പിക്ചർ? നമ്മുടെ ഈ പിക്ചറിൽ എത്ര സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദെയർ ഇൻ ഈച്ച് പിക്ചർ? ഓരോ പിക്ചറിലും എത്ര ചെറിയ സ്ക്വയറുകൾ ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് ജസ്റ്റ് കൗണ്ട് ചെയ്യാം. ആദ്യത്തെ പിക്ചർ നോക്കുക. ആദ്യത്തെ പിക്ചറിൻ്റെ ഉള്ളിൽ എത്ര എണ്ണം ഉണ്ട്? എത്ര സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ട്? ആദ്യത്തെ പിക്ചറിൽ 2 എണ്ണമാണുള്ളത്. ഓക്കെ, ഇവിടെ 2 എണ്ണം. ആദ്യത്തിൽ 2 എണ്ണമാണുള്ളത്. ദെൻ രണ്ടാമത്തതിൽ എത്ര എണ്ണമാണുള്ളത്? രണ്ടാമത്തതിൽ 4 എണ്ണമാണുള്ളത്. മൂന്നാമത്തതിൽ കുഞ്ഞ് സ്ക്വയേഴ്സ് എത്ര എണ്ണം ഉണ്ടെന്നാണ് കൗണ്ട് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അത് കുഞ്ഞ് സ്ക്വയേഴ്സ് ആണ്, അതുകൊണ്ട് ഇത് 6 ആണ്. ദെൻ അപ്പുറത്തേലോട്ട് വന്നു കഴിഞ്ഞാൽ എത്രയാണത്? നാലാമത്തെ ഫിഗറിൽ 8 എണ്ണമാണ്. 1 2 3 4 5 6. 1 2 3 4 5 6 7 8. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്? ലാർജ് സ്ക്വയർ ആദ്യത്തെ ഫിഗറിൽ ലാർജ് സ്ക്വയർ ഉണ്ടോ? ആദ്യത്തെ ഫിഗറിൽ ലാർജ് സ്ക്വയർ ഇല്ല, അത് 0 ആണ്. രണ്ടാമത്തതിൽ എത്ര ലാർജ് സ്ക്വയർ ഉണ്ട്? ഒരെണ്ണം. ഇതൊരെണ്ണം അല്ലേ ലാർജ് സ്ക്വയർ ആയിട്ടുള്ളത്? ഓക്കെ, അപ്പോൾ 1. മൂന്നാമത്തെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ലാർജ് സ്ക്വയർ കിടക്കുന്നുണ്ട്, അതുപോലെ ഇവിടെ ഒരു ലാർജ് സ്ക്വയർ കിടക്കുന്നുണ്ട്. അങ്ങനെ 2 ലാർജ് സ്ക്വയറുകളുണ്ട്. ഇനി മൂന്നാമത്തതിൽ നോക്കിക്കഴിഞ്ഞാലോ 1 2 3 ഇങ്ങനെ 3 എണ്ണം കിടക്കുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്. ദെൻ മൂന്നാമത്തെ ചോദ്യം നോക്കുക. ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ ഇൻ ഈച്ച് പിക്ചർ? ഓരോ പിക്ചറിലും മൊത്തം എത്ര എണ്ണം ഉണ്ടെന്നാണ് കൗണ്ട് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തെ ഫിഗറിൽ 2 സ്ക്വയർ ആണുള്ളത്. രണ്ടാമത്തെ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ സ്ക്വയറുകൾ 4 എണ്ണം ഉണ്ട്. അതുപോലെ ഒരു വലിയ സ്ക്വയറും കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ എത്രയാണത്? 5 ആണ് വരുന്നത്. ഓക്കെ, ടോട്ടൽ ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ അതല്ലേ ചോദിച്ചേക്കുന്നത്. ഇനി അടുത്ത പിക്ചർ നോക്കിക്കുക. അടുത്ത പിക്ചറിൽ എത്ര എണ്ണമാണ്? 6 എണ്ണം ഓൾറെഡി കുഞ്ഞു സ്ക്വയറുകളുണ്ട്. അത് കൂടാണ്ട് എത്ര എണ്ണം ഉണ്ട്? വേറെ 2 എണ്ണം കൂടിയുണ്ട്. നമ്മൾ ഓൾറെഡി വലിയ സ്ക്വയർ കൗണ്ട് ചെയ്തതാണ്. എത്രയാണ് വരുന്നത്? അത് അപ്പോൾ 8 എണ്ണമാണ് വരുന്നത്. ഇനി മൂന്നാമത്തെ പിക്ചർ നോക്കിയേ. മൂന്നാമത്തെ പിക്ചറിൽ എത്രയാണ്? 8 എണ്ണം കുഞ്ഞു സ്ക്വയറുകളുണ്ട്, 3 എണ്ണം വലിയ സ്ക്വയറുകളുണ്ട്. ഇത് 11 എണ്ണം. 8 3 11 എണ്ണമാണ് വരുന്നത് മൊത്തം സ്ക്വയർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത ലാസ്റ്റ് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്. ഇഫ് വി കണ്ടിന്യൂ ദി പാറ്റേൺ ഓഫ് പിക്ചേഴ്സ്, നമ്മൾ ഈ സെയിം പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ആർ ദ സീക്വൻസസ് എബവ് അരിത്തമെറ്റിക് സീക്വൻസസ്? മുകളിൽ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന സീക്വൻസുകൾ അരിത്തമെറ്റിക് സീക്വൻസുകളാണോ എന്ന് ചെക്ക് ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം 2 4 6 8 എന്ന് പറയുന്നത് എന്താണ്? ഇരട്ട സംഖ്യകളാണ്. ഇവരുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. അതുകൊണ്ട് ആദ്യത്തെ ഈ സീക്വൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്.
ദെൻ രണ്ടാമത്തെ കേസ് എടുത്ത് നോക്കുകയും രണ്ടാമത്തെ കേസിൽ എങ്ങനെയാണ് 1 കൂടിയാണ് പോകുന്നത് അല്ലേ. 0 + 1 1, 1 + 1 2, 2 + 1 3. ഇങ്ങനെ ലാർജ് സ്ക്വയേഴ്സിൻ്റെ സീക്വൻസ് പറയുന്നത് എത്ര എണ്ണം ഉണ്ട്, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അവരുടെ കോമൺ ഡിഫറൻസ് പറയുന്നത് 1 ആണ്. അതുകൊണ്ട് അവരും എന്താണ്, അവർ അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇനി മൂന്നാമത്തെ കേസ് എടുത്ത് നോക്കിയേ. മൂന്നാമത്തെ കേസിൽ എങ്ങനെയാണ് വരുന്നത്? മൂന്നാമത്തെ കേസിൽ എത്ര എണ്ണം ഉണ്ട്? 2, 2, 3. ഇവരെന്ന് പറയുന്നത് ഇങ്ങനെയാണത്. 3 ആണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് വരുന്നത്. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് പറയുന്നത് 3 ആണ്. ദെൻ എഗെയിൻ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് പറയുന്നത് 3 ആണ്. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ എന്താണ്, ഇതും ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാവും. അപ്പോൾ എല്ലാം എന്താണ്, അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 2 ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്.